മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. തീവ്രവാദത്തിനെതിരായ നിലപാടിൽ ഖത്തറിന് ഇനിയും മറ്റു രാജ്യങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയണമെന്ന് UAE വിദേശകാര്യമന്ത്രി. അമേരിക്കയുമായി ഖത്തർ ഒപ്പിട്ട തീവ്രവാദ കരാറിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ. അമേരിക്കയുമായി തീവ്രവാദ വിരുദ്ധ കരാർ ഒപ്പിട്ട ഖത്തറിന്റെ നടപടിയെ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ സ്വാഗതം ചെയ്തു. എന്നാൽ ഖത്തർ എത്രമാത്രം ഈ കരാർ പാലിക്കുമെന്നതിൽ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു. GCCയുമായി ഖത്തർ 2 കരാറുകൾ ഒപ്പിട്ടിരുന്നു. എന്നാൽ അവ പാലിച്ചില്ലെന്ന് ഷെയ്ഖ് അബ്ദുള്ള വിമർശിച്ചു. ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിച്ച് മറ്റു രാജ്യങ്ങളുടെ വിശ്വാസമാർജിക്കാൻ ഖത്തറിന് കഴിയണം. ഖത്തർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് താവളമൊരുക്കുന്നു എന്നിങ്ങനെ മറ്റു രാജ്യങ്ങൾക്കുള്ള ധാരണകൾ തിരുത്താനാണ് അവർ ശ്രമിക്കേണ്ടത്. ഭിന്നത വളർത്തുന്നവരെയും തീവ്രവാദം വളർത്തുന്നവരെയും ഒരുവിധത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് മേഖലയുടെ തീരുമാനം. ഈ നിലപാട് സ്വീകരിച്ചാൽ തങ്ങൾ സ്വാഗതം ചെയ്യും, അല്ലെങ്കിൽ സലാം പറഞ്ഞു പിരിയാമെന്ന് മന്ത്രി പറഞ്ഞു. സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു UAE വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. മീഡിയ 1 അബുദാബി. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന വേതന സുരക്ഷാ നിയമത്തിന്റെ 11ാം ഘട്ടം ആഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 60 മുതൽ 79 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ നിയമം ബാധകമാവുക. 7021 സ്ഥാപനങ്ങളിലേക്കുള്ള 4,81,097 തൊഴിലാളികൾക്ക് പുതിയ ഘട്ടത്തിൽ വേതന സുരക്ഷാ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും. ചെറുകിട സ്ഥാപനങ്ങളിലും അടുത്ത ഘട്ടത്തിൽ നിയമം നടപ്പാക്കുമെന്ന് മന്ത്രാലയ വക്താവ് ഖാലിദ് അബൽഗൈൽ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ഘട്ടങ്ങളിലായി നടപ്പാക്കിയ നിയമത്തിലൂടെ 80-ന് മുകളിൽ ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ നിയമപരിധിയിൽ വന്നിരുന്നു. തൊഴിലാളികളുടെ വേതന സേവന വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നിയമത്തിലെ ഏറ്റവും സുപ്രധാന വശം. തൊഴിലാളികളുടെ വേതനം താമസം കൂടാതെ നൽകുന്നു എന്നത് ഇതിലൂടെ മന്ത്രാലയത്തിന് ഉറപ്പുവരുത്താനാകും. തൊഴിൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും പരാതികൾ ഇല്ലാതാക്കാനും ഒരു പരിധിവരെ നിയമം സഹായിക്കുമെന്ന് മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് പ്രത്യാശ പ്രകടിപ്പിച്ചു. തൊഴിലാളികളുടെ വ്യക്തി പ്രൊഫഷണൽ വിവരങ്ങൾക്ക് പുറമെ സേവന വേതന വിവരങ്ങളും മന്ത്രാലയം ആവശ്യപ്പെടുന്ന ഡാറ്റാബേസിൽ നൽകുകയാണ് സ്ഥാപന അധികൃതർ ചെയ്യേണ്ടത്. ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ താമസം കൂടാതെ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുക, ഓരോ ജോലിക്കുമുള്ള ശമ്പളം നിശ്ചയിക്കുക, സേവന വേതന വിവരങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിന് നൽകുക തുടങ്ങിയ നടപടികളാണ് വേതന സുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്. നിർബന്ധിത സൈനിക സേവനത്തിന് സന്നദ്ധരാകാത്ത സ്വദേശി യുവാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കുവൈത്ത്. നിശ്ചിത സമയത്തിനകം സൈനിക സേവനത്തിന് സന്നദ്ധരാകാത്തവർക്ക് യാത്രാ നിരോധവും തടവും പിഴയും ശിക്ഷ വിധിക്കും. 2017 മെയ് 10-ന് 18 വയസ്സ് തികയുന്ന സ്വദേശികൾക്കാണ് സൈനിക സേവനം നിർബന്ധമാക്കിയത്. യുവാക്കളിൽ ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കാനും മേഖല അഭിമുഖീകരിക്കുന്ന പ്രത്യേക സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്തുമാണ് കുവൈത്ത് യുവാക്കൾക്ക് സൈനിക പരിശീലനം നിർബന്ധമാക്കുന്നത്. 1 വർഷമാണ് സേവനകാലം. ആദ്യ 4 മാസം പരിശീലനത്തിനും 8 മാസം സൗജന്യ സേവനത്തിനുമാണ്. 2 മാസമാണ് സൈനിക സേവനത്തിനുള്ള രജിസ്ട്രേഷൻ കാലപരിധി. ഇതിനകം പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് 1 മാസം അധിക സേവനമാണ് ശിക്ഷ. സൈനിക സേവനത്തിനുള്ള വിളി വന്നിട്ടും പ്രതികരിച്ചില്ലെങ്കിൽ 2 മാസം അധിക സേവനം വേണ്ടിവരും. കൂടാതെ യാത്രാ നിരോധം ഏർപ്പെടുത്തുകയും 2 മുതൽ 3 വർഷം വരെ തടവും 5000 ദിനാർ പിഴ ചുമത്തുകയും ചെയ്യും. സൈനിക സേവനത്തിന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ജോലിയിൽ നിന്ന് വിട്ടുനിന്നതിന്റെ പേരിൽ ജോലി നഷ്ടമാകില്ലെന്നും സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും മുഴുവൻ വേതനവും ലഭ്യമാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. സർക്കാർ മേഖലയിൽ തൊഴിലിന് മുൻഗണനയും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് സേവനാനന്തര ആനുകൂല്യവും സൈനിക സേവനത്തിന് പകരമായി അധികൃതർ വാഗ്ദാനം ചെയ്യുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ റെസിഡന്റ് പെർമിറ്റുള്ളവർ റീ എൻട്രി വിസയിൽ രാജ്യത്ത് നിന്നും പുറത്തുപോയി കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ലെങ്കിൽ 30 ദിവസം പിന്നിടുന്നതോടെ ഇഖാമ തിരിച്ചേൽപ്പിക്കണമെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. സ്വദേശികളുടെയും സ്ഥാപനങ്ങളുടെയും സ്പോൺസർഷിപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും വിദേശികളും ആശ്രിത വിസയിൽ രാജ്യത്ത് ഇഖാമയിൽ കഴിയുന്നവർക്കും നിയമം ബാധകമാണ്. പാസ്പോർട്ട് ഓഫീസിലെത്തിയാണ് ഇഖാമ അധികൃതർക്ക് തിരിച്ചേൽപ്പിക്കേണ്ടത്. ഇതോടെ ഇവരുടെ ഇഖാമ പാസ്പോർട്ട് വിഭാഗത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് അധികൃതർ നീക്കം ചെയ്യുമെന്നും ജവാസാത്ത് വിഭാഗം അറിയിച്ചു. പുറത്തുപോയി തിരിച്ചു വന്നില്ല എന്ന പ്രത്യേക ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ നീക്കം ചെയ്യൽ നടപടി പൂർത്തിയാക്കുക. നിയമാനുസൃതമുള്ള ശിക്ഷയും പിഴയും ലഭിക്കാതിരിക്കാൻ സ്പോൺസർമാരും വിദേശികളായ ഗൃഹനാഥന്മാരും പുതിയ നിയമം പാലിക്കണമെന്നും പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. 5 വർഷം കാലാവധിയുള്ള ഇഖാമ ദുരുപയോഗം ചെയ്യാതിരിക്കാനും പുതിയ നിയമം സഹായിക്കും. മീഡിയ 1 റിയാദ്. ഒമാനിൽ ഇതുവരെ കോളറ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇന്നുവരെയുള്ള വിവരങ്ങൾ വെച്ച് രാജ്യം കോളറ വിമുക്തമാണ്. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ആരോഗ്യവകുപ്പ് ട്വിറ്ററിൽ അറിയിച്ചു.
രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പക്ഷം അതിനെ മറികടക്കാൻ എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ചികിത്സക്കായി വിവിധ ഹെൽത്ത് സെന്ററുകളിൽ സുസജ്ജമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ജലത്തിലൂടെയല്ലാതെ കോളറ മറ്റൊരാളിലേക്ക് പകരില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പക്ഷം ആശുപത്രികളിലെ മുഴുവൻ വിഭാഗങ്ങളും ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നില്ല. ഏതാനും റൂമുകൾ മാത്രം സജ്ജമാക്കിയാൽ മതിയാകും. രോഗബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾ വ്യക്തിശുചിത്വത്തിൽ ശ്രദ്ധ പുലർത്തണം. ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ നെജ്റാനിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ അഗ്നിബാധയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഞായറാഴ്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ജിദ്ദ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ദക്ഷിണ സൗദിയിലെ നെജ്റാനിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ബുധനാഴ്ചയുണ്ടായ അഗ്നിബാധയിൽ 3 മലയാളികൾ ഉൾപ്പെടെ 11 പേരാണ് മരിച്ചത്. വർക്കര സ്വദേശി ബൈജു രാഘവൻ, മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി ശ്രീനിവാസൻ, കടക്കാവൂർ സ്വദേശി സത്യൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവരുൾപ്പെടെ 10 ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. സംഭവത്തെക്കുറിച്ച് സിവിൽ ഡിഫൻസും പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. കിങ് ഖാലിദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതിനു ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. 3 മലയാളികളുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. പോസ്റ്റ്മോർട്ടം, DNA പരിശോധന എന്നിവ കൂടാതെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകുമെന്നാണ് വിവരം. അടുത്ത ബന്ധുക്കളിൽ നിന്നും പവർ ഓഫ് അറ്റോർണി ലഭിച്ചാൽ കോൺസുലേറ്റ് മറ്റ് നടപടികൾ ആരംഭിക്കും. മെഡിക്കൽ റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട് എന്നിവ കൂടി ലഭിച്ചാൽ ആശുപത്രിയിൽ നടപടികൾ എളുപ്പത്തിലാകും. അതേസമയം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവരെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ ജിലാനി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളുടെ സ്പോൺസർമാരുമായും അദ്ദേഹം ചർച്ച നടത്തി. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുമെന്ന് KMCC സൗദി ഘടകം. KMCC സൗദി ഘടകം പാണക്കാട് യോഗം ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ദൽവാൻ ഗ്രൂപ്പ് ഖത്തർ ഐക്യദാർഢ്യ സംഗമം നടത്തി. ആസ്പെയർ പാർക്കിൽ നടന്ന ഐക്യദാർഢ്യ സംഗമം കമ്പനി CEO സാലിം ഗാലിബ് അൽ ദോസരി ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർമാരായ ഷഫീഖ് ഷെരീഫ്, സീനിയർ മാനേജർമാരായ ഫുലൈൽ റഹ്മാൻ, മുഹമ്മദ് മൊയ്തീൻ, സഫീർ M, ഗജേന്ദ്ര സിംഗ്, പ്രദീപ് യാദവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കമ്പനി ജീവനക്കാർക്കും മാനേജ്മെന്റും ഖത്തർ അമീർ ഷെയ്ഖ് തമീമിന്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചാണ് ഐക്യദാർഢ്യ സംഗമത്തിൽ അണിനിരന്നത്. ഇന്ത്യൻ എംബസി കോൺസുലാർ സേവന കേന്ദ്രങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി നീളുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി കോൺസുലാർ സേവന കേന്ദ്രങ്ങൾ നടത്താൻ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ടെൻഡറുകൾ ക്ഷണിച്ചിരുന്നു. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏപ്രിലിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ കോൺസുലാർ സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കെയാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇടപെട്ടുകൊണ്ട് കോൺസുലാർ സേവനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിന് അനുമതി നിഷേധിച്ചത്. ഖത്തറിൽ ഹിലാൽ, ഇൻഡസ്ട്രിയൽ ഏരിയ, അൽഖോർ തുടങ്ങിയ 3 കേന്ദ്രങ്ങളിലാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കരാർ അടിസ്ഥാനത്തിൽ കോൺസുലാർ സേവന കേന്ദ്രങ്ങളുടെ നടത്തിപ്പിനായി അനുമതി നൽകാൻ ഇന്ത്യൻ എംബസി തീരുമാനിച്ചത്. അതോടൊപ്പം നിലവിൽ കോൺസുലാർ സേവനത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ എംബസിയുടെ അപെക്സ് ബോഡിയായ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിനെ കോൺസുലാർ സേവന പരിധിയിൽ നിന്നും ഒഴിവാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എംബസി ഹിലാലിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയപ്പോഴുയർന്ന പ്രധാന ആരോപണം ആളുകൾക്ക് എത്തിപ്പെടാനുള്ള ദൂരമായിരുന്നു. ആ സാഹചര്യത്തിലാണ് എംബസി അധികൃതർ വിവിധ സ്ഥലങ്ങളിലായി UAE മാതൃകയിൽ എംബസിയുടെ കോൺസുലാർ സേവനങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തത്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയായപ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ. ഇതനുസരിച്ച് മറ്റു രാജ്യങ്ങളിലെ സ്വകാര്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന കരാറുകളും പുതുക്കേണ്ടതില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു. ജൂലൈ ആദ്യവാരം ന്യൂഡൽഹിയിൽ നടന്ന അംബാസിഡർമാരുടെ യോഗത്തിൽ ഇക്കാര്യം വീണ്ടും ചർച്ചയ്ക്ക് വന്നതിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം വിശദമായി പഠിച്ചതിനുശേഷം പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അന്തിമ തീരുമാനമായിട്ടില്ല. മീഡിയ 1, ദോഹ. ഇതോടെ മിഡിസ്റ്റ് അവർ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം.